വൈകുന്നേരത്തേക്ക് ഒരു മുളക് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണേ. അതിനിതാ ഒരു 5 മുളക് ഉണ്ട്, വാങ്ങിയതാണേ. പിന്നെ അപ്പം 5 മുളക് ഈ ഫുള്ളായിട്ടുള്ള മുളകല്ല ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതിനെ 2ആയിട്ട് കീറി ഒന്ന് എടുക്കട്ടെ. ഞാനിതൊന്ന് കീറി എടുക്കട്ടെ. ഇതാ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും 2ആയിട്ട് കീറി ഒന്ന് വെച്ചിട്ടുണ്ടേ. ഇനി ഞാനിതിൽ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണേ. അതിനൊരു കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 സ്പൂൺ കടലമാവ് എടുക്കുവാണ്. ഒരു 2 സ്പൂൺ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ മൈദമാവ്, 1 സ്പൂൺ മൈദമാവ് ഇടുവാണേ. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുവാണേ. അത് നോക്കാം, ഒന്ന് കുഴച്ച് നോക്കിയിട്ട് എരിവിന് പാകമാണോ, നല്ലതെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അല്പം ഉപ്പ് കൂടെ ഇടുവാണേ, ഒരല്പം ഉപ്പ്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ, കായപ്പൊടി അങ്ങോട്ടൊന്ന് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. നല്ല മണമുള്ള കായമാണ്. ഇത്രയും കൂടെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതൊന്ന് ഞാനൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി ചെയ്യാവേ. ഞാൻ അതിൻ്റെ കൂട്ടെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഇച്ചിരി കട്ടിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കീറി വെച്ചിരുന്ന മുളക് എല്ലാവരെയും പറക്കി ഞാൻ ഇതിലോട്ടൊന്ന് ഇടട്ടെ. ഓരോന്നായിട്ടൊന്ന് ഇട്ട് വെച്ചാൽ നല്ലവണ്ണം അത് മുങ്ങിയിരിക്കും. ഞാനെല്ലാം പറക്കിയിടട്ടെ. അപ്പോൾ ഒന്നേ ഞാൻ മുക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം എണ്ണ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഇടാം. ഞാൻ ഒരെണ്ണം തൽക്കാലം ഞാൻ അതിൽ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി അടുത്ത് ഞാൻ കുറച്ച് എണ്ണ ഒരു കടായിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസിലോട്ട് വെക്കട്ടെ. കടായിയൊക്കെ അടുപ്പി വെച്ച് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ടേ. ഞാൻ ഈ മുളകിനെ അതിലോട്ട് ഒന്ന് ഇടട്ടെ. എല്ലാവരെയും ഇതുപോലെ ഞാനൊന്ന് മുക്കി അതിലോട്ടൊന്ന് ഇടാൻ പോവുകയാണേ. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒരു 3-4 എണ്ണം നമുക്ക് ഇട്ട് എടുക്കാൻ പറ്റുമേ. കാരണം വലിയ കടായിയാണ്, അതുകൊണ്ട് തീരെ കുഞ്ഞനല്ല. അതുകൊണ്ട് ഇതൊന്ന് കിടന്ന് വേവട്ടെ. അപ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വേണേ വയ്ക്കേണ്ടത്. ഒരു സൈഡ് നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനതെല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. ഒരിക്കലും തീ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കരുത്, കാരണം കരിഞ്ഞു പോവും ഫുള്ളായിട്ട് വെച്ചാൽ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവേ, അല്ലെങ്കിൽ സിമ്മിൽ വെച്ചാലും മതി. കാരണം അടി കട്ടി കുറവുള്ള ചീനച്ചട്ടിയോ പിന്നെ കടായിയോ ആണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതായത് ഏകദേശം വേവാറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കിടന്നിട്ട് ഞാനതിനൊന്ന് കോരിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഇടാവേ. ആദ്യത്തെ സ്റ്റെപ്പ് മുളക് ബജി നല്ലവണ്ണം റെഡിയാക്കി ഞാൻ കോരിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പും ഞാനൊന്ന് കടായിലോട്ട് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അങ്ങനെ അടിപൊളി മുളക് ബജി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇച്ചിരി സോസും കൂടെ ഒഴിച്ചിട്ട് തിന്നാലോ കുട്ടികൾക്ക് കൊടുത്താലോ അവർ സന്തോഷപൂർവ്വം കഴിച്ചിട്ട് പോകും. ഇതിൽ വേറെ വലിയ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. പിന്നെ വിഷാംശങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ ഒരു 2-3 മുളകുണ്ടെങ്കിലും കുട്ടികൾക്കുള്ള വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.